ജെമിനിയിലുള്ള ഒരു ഫീച്ചറാണ് ക്യാൻവാസ് എന്നുള്ളത്. കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യാൻ സാധിക്കും. PPT മേക്ക് ചെയ്യുന്നത് മുതൽ PDF കൺവേർഷൻ, അത് മലയാളത്തിൽ, ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ജെമിനിയുടെ ക്യാൻവാസ് വെച്ചിട്ടുള്ള 8 യൂസ് കേസുകളാണ് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം. കാരണം എന്താ വെച്ചാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള 8 യൂസ് കേസുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അത് നിങ്ങൾക്ക് പല ഘട്ടങ്ങളിലായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പം മാക്സിമം നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളുടെ അടുത്ത് PDF ഫയലുകൾ ഉണ്ടാകും, പ്രത്യേകിച്ച് മലയാളത്തിലുള്ള PDF ഫയലുകൾ. ആ PDF ഫയലിനെ നമുക്ക് വേർഡ് ഫയലിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്താണ് നോർമലി ചെയ്യാറുള്ളത്, നമ്മൾ ഏതെങ്കിലും ഗൂഗിളിലുള്ള PDF കൺവേർഷൻ ടു വേർഡ് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിന് എത്രത്തിലുള്ള പല ടൈപ്പുള്ള വെബ്സൈറ്റുകളാണ് കിട്ടുക. എന്നിട്ട് റിസൾട്ട് കിട്ടുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച അത്ര റിസൾട്ട് കിട്ടില്ല, പ്രത്യേകിച്ചും മലയാളത്തിൽ. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് സിമ്പിളായിട്ട് ജെമിനിയുടെ ക്യാൻവാസ് വെച്ചിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് ഇവിടെ ഒരു ഫയൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു PDF ഫയലിനെ ഞാൻ എന്ത് ചെയ്യാണ്, വേർഡ് ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഫയൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ഫയലിൽ പോയിട്ട് ഫയൽ അറ്റാച്ച് ചെയ്തു ശേഷം ടൂൾസിൽ വന്നിട്ട് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. നമുക്ക് ജെമിനിയുടെ ക്യാൻവാസ് നിങ്ങൾക്ക് ഫോണിൽ ആപ്പിലും ലഭ്യമാണ്, നിങ്ങൾക്ക് ക്രോമിലും ബ്രൗസറിലൊക്കെ ലഭ്യമാണ്. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുക, കൺവേർട്ട് ദിസ് ഫയൽ ഇൻറ്റു ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ ഡോക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റാണ് ഗൂഗിൾ ഡോക്ക്. രണ്ടും സെയിം ആണ്. ഇനി ശേഷം ഇവിടെ പ്രോ എടുത്തു. നമുക്കിത് ബേസിക്സിലും ഫ്ലാഷിലൊക്കെ ഫാസ്റ്റിലൊക്കെ അവൈലബിൾ ആണ്. ശേഷം ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് നമ്മൾ JPG ഫയലുകൾ, PDF ഫയലുകൾ, ഓഡിയോ ഫയലുകളൊക്കെ നമ്മൾക്ക് ഇത്തരത്തിൽ ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ലോങ് ആയിട്ടുള്ള ഓഡിയോ ഒക്കെ നിങ്ങൾക്ക് ആരെങ്കിലും അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെമിനിയിൽ അപ്ലോഡ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ സാരാംശം അല്ലെങ്കിൽ അതിൻ്റെ ബ്രീഫ് എന്താണെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്തരത്തിലുള്ള അനേകം യൂസ് കേസുകൾ നമ്മൾക്കുണ്ട്. ഞാനിവിടെ നിങ്ങൾക്കൊരു ലിമിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കിത് എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് വരെയൊക്കെ സമയം എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് നേരത്തെ കൊടുത്ത ആ PDFനെ നേരെ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും, PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ഓപ്ഷനിൽ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ടു ഡോക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഡോക്ക് ഫയലിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ ഡോക്കിൽ പോയിട്ട് അതിൽ എല്ലാ മാറ്റങ്ങളും വരുത്താൻ മാനുവലായിട്ട് പറ്റും. ഇനി നമുക്ക് കണ്ടന്റ് മാത്രമാണെങ്കിൽ കോപ്പി കണ്ടന്റ് മാത്രം കൊടുക്കാം, പിന്നെ PDF ആയിട്ടൊക്കെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ യൂസ് കേസ്. ഇനി നമ്മൾ രണ്ടാമത്തെ യൂസ് കേസിലേക്ക് പോവാണ്. പല സമയത്തും നമ്മൾ അസൈൻമെൻറ്റുകളോ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് എന്ത് ചെയ്യണം, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതിൻ്റെ ഫോണ്ട് അലൈൻമെൻറ്റ്, സൈസ് അലൈൻമെൻറ്റ്, വിഡ്ത്തുകൾ, അതൊക്കെ നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടി വരും. ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് പലപ്പോഴും ചെയ്യാറ്, നമ്മൾ ഏതെങ്കിലും ജെമിനിന്നോ ChatGPTന്നോ ഫയൽ കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ഡോക്കിലോ മൈക്രോസോഫ്റ്റ് വേർഡിലോ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. എന്നാൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഇതെല്ലാം നമുക്ക് ജെമിനിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അസൈൻമെൻ്റ് ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത്, ഇവിടെ ഞാൻ ന്യൂ ചാറ്റ് എടുക്കുകയാണ്, അസൈൻമെൻറ്റ് നിർമ്മിക്കുന്ന സമയത്ത് എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഇത്തരത്തിലുള്ള റിസൾട്ടായിരിക്കും. ഇനി നമുക്കിതിൽ എല്ലാ മാറ്റവും, എന്ത് രീതിയിലുള്ള മാറ്റവും നമുക്ക് ഈസി ആയിട്ട് വരുത്താൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇത് നമുക്ക് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇനി ഇത് ഹെഡിങ്ങിലേക്ക് മാറ്റണമെങ്കിൽ ഹെഡിങ്ങിലേക്ക് മാറ്റാം. പിന്നെ ബുള്ളറ്റ് പോയിന്റുകളാണെങ്കിൽ അതാക്കാം, ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ അതാക്കാം, പോയിന്റുകളാക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ തന്നെ ചെറിയ രീതിയിലൊക്കെ നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതും നമ്മൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മൾ ഓരോന്നും അപ്പുറത്തേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് രണ്ടാമത്തെ യൂസ് കേസ്. ഇനി നമ്മൾ മൂന്നാമത്തെ യൂസ് കേസിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും പ്രസൻറ്റേഷൻസ് ഒക്കെ മേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. നോർമലി നമ്മൾ ചെയ്യാറെന്താ, ഒന്നുമില്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ക്യാൻവ ഉപയോഗിക്കും.
ഈ 3 ഘട്ടങ്ങളിലാണെങ്കിലും ഒരു പരിധി വരെയൊക്കെ നമ്മൾ മാനുവലായിട്ട് തന്നെ അതിൽ ഇൻപുട്ടുകൾ കൊടുക്കണം. ഈ ഇൻപുട്ടുകൾ എങ്ങനെയാണ് നമ്മൾ ജെമിനൈയിൽ പോയിട്ട് ജനറേറ്റ് ചെയ്യും, എന്നിട്ട് ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള പല കോംപ്ലിക്കേറ്റഡ് ആയ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പ്രസൻറ്റേഷൻസ് മേക്ക് ചെയ്യാറ്. എന്നാൽ ജെമിനൈയുടെ ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ സൊല്യൂഷൻ കണ്ടെത്താം. മിക്ക ആളുകളും ഏതെങ്കിലും പ്രസൻറ്റേഷൻ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കുറേ ആലോചിക്കും. ഏത് രീതിയിലാണ് ഈ പ്രസൻറ്റേഷൻ കൊണ്ടുപോകുക, എങ്ങനെ ഇത് ഡിസൈൻ ചെയ്യും, ഏതെല്ലാം എലമെൻറ്റ് കൊണ്ടുവരണം തുടങ്ങിയ പല കാര്യങ്ങളും ആലോചിച്ച് ഒരുപാട് സമയം കളയാറുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ക്യാൻ യു മേക്ക് എ പ്രസൻറ്റേഷൻ അബൌട്ട് റിച്ച് മൈൻഡ് സെറ്റ്, യൂസ് വെരി കളർഫുൾ ആൻഡ് വിഷ്വൽ എലമെൻറ്റ് ആൻഡ് ഓൾ ഷുഡ് ബി ഇൻക്ലൂഡ്. സിമ്പിൾ ആയിട്ടുള്ള പ്രോംപ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻ കേസ് നിങ്ങൾ പ്രസൻറ്റേഷൻ്റെ കണ്ടന്റ് മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ടൂൾസിൽ പോയിട്ട് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയാം ഇത് എന്ത് ചെയ്യുക, പ്രസൻറ്റേഷൻ നിർമ്മിച്ച് തരാൻ എന്ത് ചെയ്യുക, പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ റിസൾട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വി ഗോട്ട് ദ റിസൾട്ട്. വി ഗോട്ട് എ കളർഫുൾ പ്രസൻറ്റേഷൻസ്. നമുക്കൊരു കളർഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കളർ മാറ്റണം, ഇതിൽ വിഷ്വൽ എലമെൻറ്റ്സ് കൂട്ടണം, ടെക്സ്റ്റ് മാറ്റണം, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ AI കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അഡീഷണൽ പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അല്ല നിങ്ങൾക്ക് മാനുവലായിട്ടാണ് ഇതിൽ മാറ്റം വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് PDF ആയിട്ട് സിമ്പിൾ ഈ ബട്ടണിൽ നിൽക്കി കഴിഞ്ഞാൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മാനുവലായിട്ട് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ടു സ്ലൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സ്ലൈഡാണ്. അതായത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് അതേ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു ടൂളാണ് ഗൂഗിൾ സ്ലൈഡ്. അപ്പോൾ എക്സ്പോർട്ട് ടു സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ സ്ലൈഡിലേക്ക് കൺവേർട്ട് ചെയ്ത് വരും. അപ്പോൾ അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ മാറ്റങ്ങളും മാനുവലായിട്ട് മാറ്റാം. അതിൻ്റെ ചിത്രം, ഐക്കൺസ്, ഫോണ്ട്, സൈസ് ഇതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലായിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ഇതിൻ്റെ 4ാമത്തെ യൂസ് കേസിലേക്ക് പോവാണ്. 4ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കണ്ടോ, ഞാൻ ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ഇമേജാണ്. അപ്പോൾ ഇതിൽ ഒരു സീരിയൽ നമ്മളുണ്ട്, നെയിമുണ്ട്, സ്കോറുണ്ട്. അപ്പം നമ്മൾക്ക് ചില സമയത്ത് ഒക്കെ ഒരു സാധനത്തെ അത് JPG ഫയലുകളാവാം, PDFകളാവാം, അതിനെയൊക്കെ നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്കോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ എക്സലിലേക്കോ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ജെമിനൈൻ്റെ ക്യാൻവാസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ ആ ഇമേജ് അപ്ലോഡ് ചെയ്തു, പിന്നെ ടൂൾസിൽ പോയിട്ട് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ സ്വീകരിച്ചു. പിന്നെ ക്യാൻ യു കൺവേർട്ട് ദിസ് ഫയൽ ഇൻ ടു ഗൂഗിൾ ഷീറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന സെയിം ടൂളാണ് പവേർഡ് ബൈ ഗൂഗിൾ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഡാറ്റ മുഴുവൻ ഇവർ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾക്ക് ഗൂഗിൾ ഷീറ്റിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഷീറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന് എല്ലാ മാറ്റങ്ങളും ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇതൊക്കെ വീണ്ടും ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസ് എടുത്തിട്ട് ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, അങ്ങനെ പല കുറുക്ക് വഴികളിലൂടെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് 4ാമത്തെ യൂസ് കേസ്. ഇനി നമ്മൾ തൊട്ട് 5ാമത്തെ യൂസ് കേസിലേക്ക് പോവാണ്. 5ാമത്തെ യൂസ് കേസ് പറഞ്ഞാൽ പല ടീച്ചേഴ്സിന് അല്ലെങ്കിൽ പല ആളുകൾക്കും വിഷ്വലി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡുകൾ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാകും. അപ്പോൾ ആ ഘട്ടത്തിലും നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സെയിം ഫംഗ്ഷനാണ് ജെമിനൈയുടെ ക്യാൻവാസ്. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്പേസിനെ കുറിച്ച് നിങ്ങൾ ടീച്ചറാണെന്ന് വിചാരിക്കുക. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഇൻറ്ററാക്റ്റീവ് ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ ടൂൾസിൽ തിരഞ്ഞെടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിഷ്വലി ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡുകൾ നമുക്ക് നിർമ്മിച്ചു തരും. അപ്പോൾ നമുക്കിതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്താൽ അതെന്താണെന്നുള്ളതൊക്കെ ഇതെന്ത് ചെയ്യും, പറഞ്ഞു തരും. ഇവിടെ എൻ്റെ പ്രോംപ്റ്റ് അത്രത്തോളം അക്യുറേറ്റ് അല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും ഡാഷ്ബോർഡിൻ്റെ സഹായത്തോടെ നിർമ്മിക്കാൻ സാധിക്കും. ഒരു യൂസ് കേസ് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പറഞ്ഞു തരാം. ഒരു തവണ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ HR മാനേജർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്യൂംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റെസ്യൂമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കമ്പാരിസൺ ചെയ്യണം. ആരാണ് നല്ല സ്കോറിൽ നിൽക്കുന്നത്, ആർക്കാണ് ലീഡർഷിപ്പ് സ്കില്ലുള്ളത്, ഇതൊക്കെ നിങ്ങൾക്കൊരു ഡാഷ്ബോർഡ് രൂപത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ യൂസ് ദ സെയിം ഫംഗ്ഷൻ. എന്ത് ചെയ്യുക, എല്ലാ റെസ്യൂമുകളും ഇവിടെ അപ്ലോഡ് ചെയ്യുക, പിന്നെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ സ്വീകരിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വൈഡർ സ്കോപ്പുകളിൽ പല കോണ്ടെക്സ്റ്റുകളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആ രീതിയിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. ഇനി നമ്മൾ പോകുന്നത് 6ാമത്തെ യൂസ് കേസാണ്.
ആറാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല സമയങ്ങളിലും നമുക്ക് ഗെയിമുകളൊക്കെ നിർമ്മിക്കേണ്ടതുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഉദാഹരണമാണ്. ഇതിനല്ല ഇതൊന്നും നിർമ്മിക്കുന്നത്, ഇതിൻ്റെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ലളിതമായിട്ടുള്ള ഗെയിമുകളൊക്കെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ, കോഡിങ് വെച്ച് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ കൊടുക്കുക. അപ്പോൾ ഏത് ഗെയിമാണ് വേണ്ടത് എന്നുള്ളത് പ്രോംപ്റ്റ് കൊടുക്കുക, ശേഷം ക്യാൻവാസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പാമ്പും കോണി ഗെയിമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ടൂൾ വെച്ചിട്ട്. അപ്പോൾ അവിടെ ഞാൻ അഡീഷണൽ ആയിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പ്ലേയേഴ്സിന് കളിക്കാനുള്ള ഓപ്ഷൻ വേണം, ഈസി മീഡിയം ഹാർഡ് ഓപ്ഷൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ഗോട്ട് ദ റിസൾട്ട്. നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. സി വി ഗോട്ട് ദ റിസൾട്ട്. അപ്പോൾ നമ്മൾ 1 പ്ലെയറാണോ 2 പ്ലെയറാണോ എന്ന് നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. പിന്നെ ഈസി ആണോ മീഡിയം ആണോ ഹാർഡ് ആണോ എന്നുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ 2 പ്ലെയർ ഹാർഡ് സ്റ്റാർട്ട് ഗെയിം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ താഴെ ഡൈസിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, ഡൈസ് റോൾ ചെയ്യാം. ഓക്കെ, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മൂവ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഡൈസ് റോൾ ചെയ്യുക. സി ദിസ് ഈസ് മൂവിങ്. ഒന്നുകൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ലളിതമായ ഗെയിമുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞതാണ്, ഇത് ശരിക്കും ഇത്തരത്തിലുള്ള ഗെയിമുകൾക്കല്ല, ഇത് അതിൻ്റെ അപ്പുറത്തുള്ള പവർഫുൾ ആയിട്ടുള്ള കോഡിങ്ങുകളൊക്കെ നിർമ്മിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് ആക്ച്വലി ഇത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത്. അപ്പോൾ ആ വേദിയനൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അടുത്തത് നമ്മൾ 8ാമത്തെ യൂസ് കേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാനുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്റ്റുകൾക്കൊക്കെയാണ് ഇത്, അല്ലെങ്കിൽ ഡിസൈനേഴ്സിനൊക്കെയാണ് ഇത് ശരിക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ 3D ഇമേജിലേക്ക് മാറ്റിത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വി ഗോട്ട് ദ റിസൾട്ട്. സി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇത് 7ാമത്തെ യൂസ് കേസ് ആയിരുന്നു. ഐ എം സോറി, നേരത്തെ 8ാമത്തെ യൂസ് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയം. ഇനി അടുത്ത് നമ്മൾ 8ാമത്തെ യൂസ് കേസിലേക്കാണ് പോകുന്നത്. 8ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു കമ്പനീൻ്റെ ഉടമയാണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ പല ഡിസൈനുകളൊക്കെ ചെയ്യാറുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊരു ഡിസൈനറോട് പറയും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. പക്ഷേ അവർക്ക് കൃത്യമായിട്ട് കോൺസെപ്റ്റ് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റൊക്കെ വെച്ചിട്ട് SEO ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ക്യാൻവാസ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ അത്തരത്തിലുള്ള പ്രോംപ്റ്റ് കൊടുത്ത് നിർമ്മിച്ച ഒരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സി നമുക്കെന്താ വെച്ചാൽ ഇങ്ങനെ വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. നമ്മളെന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ 2-3 വെബ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നിർമ്മിച്ച് തരാനാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ SEO ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് 8ാമത്തെ യൂസ് കേസ്. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് 9ാമത്തെ ഒരു യൂസ് കേസ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ലാസ്റ്റ് സ്കൂൾ എന്ന പേരിൽ നമ്മൾ പുതിയൊരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ലളിതമായിട്ട് AI ടൂളുകളുടെ പല യൂസ് കേസുകളും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. AI വെച്ചിട്ട് പ്രസൻറ്റേഷൻ, AI വെച്ചിട്ട് പോസ്റ്റേഴ്സ്, അങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ ക്രാഷ് കോഴ്സുകളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക്, ലാസ്റ്റ് സ്കൂളിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. 9ാമത്തെ യൂസ് കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ പലതരത്തിലുള്ള ഡിസൈനേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഡിസൈനേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, ഇൻറ്റീരിയൽ, അങ്ങനെ പലതരത്തിലുള്ള ഡിസൈനേഴ്സ് ഉണ്ടാവും. അവർക്കൊക്കെ നിങ്ങളൊരു കാര്യം ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഡിസൈൻ ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡിസൈനേഴ്സിനും, ഗ്രാഫിക് ഡിസൈനേഴ്സിനും പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. നിങ്ങളൊരു ബ്രോഷറൊക്കെ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ്, റോ ആയിട്ടുള്ള കണ്ടന്റ് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് പ്രസൻറ്റേഷൻ നിർമ്മിച്ച് തരാൻ സാധിക്കും പറയാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഡിസൈൻ ചെയ്യേണ്ട ഐഡിയ ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള AI റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിയലിസ്റ്റിക് ഫീഡ്ബാക്ക്, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ഫീഡ്ബാക്ക് താഴെ പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.